നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. നെക്സ്റ്റ് ഒരു ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ഇങ്ങനെ ഒരു ഗ്ലോസി ഫീൽഡ് വന്നിട്ടുള്ള ഒരു തരം ഫാൻസി മെറ്റീരിയൽ. ഇതിലേക്കും മൾട്ടി കളർ ഹാൻഡ് വർക്കാണ് വരുന്നത്. ഫുൾ സ്കാലോപ്പോട് കൂടിയിട്ട് പേൾ വർക്കായിട്ട് വന്നിട്ട്. അപ്പോൾ ഇത് ശരിക്കും നല്ല ഫീലുള്ള ഒരു തുണിയുമാണ്. ഒട്ടും നിഴലടിക്കാത്ത തരത്തിൽ ഒരു സിൽക്ക് ബേസ്ഡ് ഫാൻസി മെറ്റീരിയൽ. അപ്പോൾ ഇതിങ്ങനെ നല്ല ഒഴുകി ഒട്ടിക്കെടുക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരണേ. അധികം എഴുന്ന് നിൽക്കാത്ത രീതിയിലേക്ക് നമുക്ക് പ്ലീറ്റൊക്കെ ഇട്ട് ഞെറിഞ്ഞു കൊടുത്താലൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ കിട്ടുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ്. കണ്ട, അങ്ങനെ നല്ല പ്ലീറ്റും കിട്ടും. സാരിയിൽ ബ്ലൗസിൻ്റെ ഒരു വർക്കാണിത്. ഇത് വീനക്കായിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു പാറ്റേൺ അങ്ങനെയാണ്. നെക്ക് ലൈനും ഇത് 2 സ്ലീവും. നെക്സ്റ്റ് നമുക്കൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് ഇതാ ഇങ്ങനെ വരുന്നു. ബോഡി പാർട്ട് ഒരു മാമുദീസ വൈബൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സാരിയാണ്. ബ്ലൗസ് പീസ് ഇതുപോലെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഒരു സെമി കോൺട്രാസ്റ്റ്. ഈ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് ഒരു സാരിയും കൂടെ വരുന്നുണ്ട്. നല്ല യെല്ലോ ഷെയ്ഡ്, മാമ്പഴം മഞ്ഞ കളറിലേക്ക്. ഇതിൻ്റെ ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലും കണ്ടോ, ഇങ്ങനെ ഫുൾ ബനാറസി ഒരു ഫീലാണ് ബോഡിയിലേക്ക്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കളർ വരണേ നല്ല ഹാപ്പി ബ്ലൂയിലേക്ക്, ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ട്. ഹാപ്പി ബ്ലൂ മീൻസ് ഒരു പീക്കോക്ക് ബ്ലൂ. നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ്. നല്ല സ്കാലോപ്പും ഫ്ലോറൽ ഡിസൈൻസാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, റെയിൻബോ കട്ട് ബീഡും മൾട്ടി ഒരു റെഡ് കോമ്പിനേഷൻ. അങ്ങനെ ഇതൊക്കെ ക്രേപ്പാണ് കേട്ടോ, മെറ്റീരിയൽ പ്യുർ ക്രേപ്പ്. ബ്ലൗസ് പീസിൻ്റെ വർക്ക് ഇതാ ഇങ്ങനെ. ഇത് തയ്യൽക്കാർക്ക് അറിയാം. ഇതൊരു പോർഷൻ നെക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ, ഇതും അത് ബാക്ക്, ഇതും അതിനെ ഓരോ കട്ടിങ് പീസുകൾ. ഇത് അങ്ങനെ എവിടെയൊക്കെയോ വരും. അത് 2 സ്ലീവ്. ഇത് ഓരോ പൊസിഷൻ കീപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് കട്ടിങ് മാസ്റ്റേഴ്സ് അതിൻ്റേതായ രീതിയിലേക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും. ഫാൻസി സാരീസാണ്. സാരി അടിപൊളിയാണ്, ബ്ലൗസ് അതിലും ഭംഗിയാണ്. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴാണ് ആ ഓരോരോ പാട്ടുകളിലേക്കും. ഇപ്പോൾ ഞാനിങ്ങനെ ഇത്ര വെച്ചു എന്നുള്ളൂ, ചിലവരിങ്ങനെ ഡ്രേപ്പ് ചെയ്തിടുന്നവരുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക്, നമ്മളുടെ രീതിയിലേക്ക് അതിനെ സ്റ്റൈലിങ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഫാൻസി സാരീസിൻ്റെ ഭംഗി വരുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ച സാരിയുടെ തന്നെ നല്ല റെഡ് കളർ എപ്പോഴും വെഡ്ഡിങ് സാരിയിൽ ഹിറ്റായി നിൽക്കുന്ന കളേഴ്സുകളാണ്. ഫാൻസി സാരി ക്രൈപ്പാണ് മെറ്റീരിയൽ വരുന്നത്. ഇതെല്ലാം 10,000 എബോവ് ആണ്. അപ്പോൾ ആ ഒരു കാറ്റഗറി നമ്മളുടെ ഒരു വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള സാരീസാണ്. ഇതായി നോക്കൂ, നല്ല പർപ്പിൾ കളറ്, ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് പർപ്പിൾ കളറ്. ഈ ഒരു കോമ്പിനേഷൻ വരുന്നത് നല്ല റാണി പിങ്ക്, ഹോട്ട് റാണി പിങ്ക്. നല്ല ബ്രൈറ്റാണിത്. ഇങ്ങനെ ഈവനിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു നൈറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സുകളാണ് കൂടുതൽ ബ്രൈഡ് ചൂസ് ചെയ്യുന്നത്. ഇതൊരു വയലറ്റ് പർപ്പിൾ ആ ഒരു കോംബോ, പ്ലം പർപ്പിൾ. ഹാൻഡ് വർക്ക് ഒക്കെ ഇങ്ങനെ അതേപോലെയുള്ള ഒരു സ്റ്റൈലാണ്. സ്വീക്വൻസും സിൽവർ കട്ട് ബീഡും. ഇവിടേക്ക് ഓരോ മൾട്ടിയും കയറി വരുന്നുണ്ട്, റെഡും ഗ്രീനും. അതാണ് ഇതിനെ കുറച്ചും കൂടെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ബ്ലൗസും അതുപോലെ തന്നെ കുറച്ച് റിച്ചാണ്. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ക്രഷ്ഡ് ഓർഗൻസി ആയിട്ട് വന്നിട്ട് ഫുൾ ഹാൻഡ് വർക്കോട് കൂടി വന്നിട്ട്, ഇതൊക്കെ ഇങ്ങനെ ഒരു നല്ല മാമുദീസ സാരി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു മെറ്റീരിയൽ ഇപ്പം നല്ല ട്രെൻഡാണ്, ഇത്തരത്തിലുള്ള സാരീസ്. ഇപ്പം നമ്മുടെ സ്റ്റോറിൽ തന്നെ ഇങ്ങനത്തെ സാരീസിൻ്റെ തന്നെ കുറഞ്ഞ വർക്കുള്ളതുണ്ട്, കൂടിയ വർക്കുള്ളതുണ്ട്, ഇതിൻ്റെ ത്രെഡ് വർക്ക് മാത്രമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഏത് രീതിയിലും നമുക്ക് ഈ ഫാൻസി മെറ്റീരിയലാണിത്.
ഇത് ഫ്രണ്ട് നെക്കും അങ്ങനെ ബ്ലൗസ് സ്ലീവ് ഇതാ ഇങ്ങനെ വരും. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കാണിച്ച എല്ലാം തന്നെ നല്ല ഫാൻസി സാരികളാണ്. പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൈഡൽ രീതിയിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സാരീസ്. അപ്പോൾ നമ്മുടെ ഓരോ സ്പെഷ്യലായിട്ടുള്ള ഓരോ ഒക്കേഷൻസിലേക്കും പ്രായഭേദമന്യേ ഉപയോഗിക്കാൻ പറ്റുന്ന, കാരണം ഇതിപ്പോൾ നെറ്റ് സാരി അല്ല, നല്ലൊരു ഓർഗൻസി അങ്ങനെയൊക്കെ വന്നിട്ടുള്ള സാരീസാണ്. അപ്പോൾ ഇത് വേണ്ടവർ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റൊക്കെ ഇതൊക്കെ ഫാൻസി സാരീസാണ്, തൊട്ട് കണ്ട് അങ്ങനെ ഫീൽ ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ആ രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. Designs.